അപ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട്, സാവോന അരി. അതിലേക്ക് 3 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായും അടച്ച് വെക്കുക. കുതിർന്നതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലിട്ട് നന്നായി വെള്ളം ചോർന്നതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് കൊട്ടി നന്നായി പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി കുഴച്ച് കൊടുക്കുക. നന്നായി പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഇടയ്ക്കൊക്കെ പൊടിയാതെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ബാദാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കാനാണ്. ചെറിയ ഉരുളകളാക്കി കയ്യിലെടുത്തിട്ട് ഒന്ന് അതിൻ്റെ നടുവിൽ ഇത് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. കയ്യിൽ എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. കടലയോ അണ്ടിപ്പരിപ്പൊക്കെ നല്ലതാണ് ഇതിൻ്റെ കൂടെ വെക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കടിക്കുമ്പോൾ കഴിക്കാൻ. ഈ രൂപത്തിൽ ഇതുപോലെ എല്ലാം നമുക്ക് ഉരുളകളാക്കി എടുക്കണം. ഒന്നുകൂടെ ചെറുതാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇതിലും ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിപ്പം കൂട്ടിയത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്കിത് മുഴുവനൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ പെരുന്നാളിന് ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. തണുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇതുപോലെ നമുക്കിതെല്ലാം ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 പാക്കറ്റ് പാലാണ്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ തിള വന്നതിന് ശേഷം ഈ ബോളുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തത്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക ലാസ്റ്റ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ കുഞ്ഞു ബോളൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്.